വെൽക്കം ടു ലിസ ബിസിനസ് കേരള. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ് പ്രോഡക്റ്റ് ബ്രാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബ്രാൻഡിങ് എന്നാൽ എന്താണ്? ഗുണമേന്മ കൊണ്ടും അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ്, അവതരണങ്ങൾ കൊണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ബ്രാൻഡിങ്. നമ്മളൊരു ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ലോഗോ കാണും, അല്ലെങ്കിൽ ഒരു പേര് കാണും. അതാണ് ബ്രാൻഡിങ്. അത് അവരുടെ ആ പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മ കൊണ്ടും മാർക്കറ്റിംഗ് അവതരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ബ്രാൻഡിങ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. വേറെ ഒന്നും വേണ്ട, നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അല്ല മൾട്ടിനാഷണൽ കമ്പനികൾ തുടങ്ങിയതുപോലെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബ്രാൻഡ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം നിങ്ങളുടെ അടുക്കളയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെറിയ സാഹചര്യത്തിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന പ്രോഡക്റ്റാണ്. അത് ഈ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് എപ്പോഴും ഗുണമേന്മയുള്ളതായിരിക്കണം. ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. 100% അതൊരു ബ്രാൻഡാക്കി മാറ്റാൻ സാധിക്കും. ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരാൾ വീട്ടിലെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് ഞാൻ പറയാം. നല്ല രുചികരമായ ഫിഷ് മസാല ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ വലിയ മിഷനറി ഒന്നും വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടി സാധനം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ആ എക്യുപ്മെൻറ്റ്സ്, അതായത് മിക്സി ആയിരിക്കാം, ഗ്രൈൻഡർ ആയിരിക്കാം, ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത് നിർമ്മിക്കുവാൻ സാധിക്കും. നിർമ്മിച്ചതിന് ശേഷം നിങ്ങൾ 1-2 ഉപയോഗിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ അവരത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളോടൊരു അഭിപ്രായം പറയും. ആ അഭിപ്രായം നല്ല രീതിയിലാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. എന്നാൽ ഈ അഭിപ്രായം ബാക്കിയുള്ള ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് തയ്യാറാകാൻ സാധിച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ബ്രാൻഡായി മാറും. അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന ഒരു വലിയ സാധ്യത നമ്മുടെ മുന്നിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 100 രൂപ മുതൽ നമുക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും. ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗുണമേന്മയുള്ളതാണെങ്കിൽ അയാൾ അത് വീണ്ടും വാങ്ങാൻ തയ്യാറാവും. നിങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ 1/2 കിലോ ആയിരിക്കാം. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നമ്മൾക്ക് 2 കിലോ ആകും, 5 കിലോ ആകും, 10 കിലോ ആകും. നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മയെക്കുറിച്ച് ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുക. അത് സോഷ്യൽ മീഡിയ വഴി എത്തിക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി എത്തിക്കാം. ആൾക്കാരെ കൂടുതൽ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസുകൾ കൂടുതലായിട്ട് നിർമ്മിക്കേണ്ട സാഹചര്യം വരും. വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഗ്രൈൻഡോ മിക്സിയോ പോരാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ അടുത്ത് എവിടെയാണോ ഇത് പൊടിച്ച് കിട്ടുന്നത് അവിടെ നിങ്ങൾ കൊണ്ടുപോയി ഇത് പൊടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് FFC രജിസ്ട്രേഷൻ, ലീഗൽ മെട്രോളജി ലൈസൻസ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ബ്രാൻഡ് പേര് കണ്ടെത്തണം. ആ പേര് ജനങ്ങൾക്ക് പെട്ടെന്ന് പറയാനും പെട്ടെന്ന് ഓർത്തിരിക്കാനും പറ്റുന്ന ഒരു പേരായിരിക്കണം. ആ പേര് കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ChatGPT എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഗൂഗിളിൽ ChatGPT സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പ്രോംപ്റ്റ് തയ്യാറാക്കി ഒരു ബ്രാൻഡഡ് നെയിം 10 തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 ബ്രാൻഡ് നെയിം തരും. അത് മനസ്സിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പേരായിരിക്കണം എന്നുകൂടി അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പേര് തരും. ആ ഒരു പേര് നിങ്ങൾക്ക് ഇതിനുപയോഗിക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞ ടെക്നോളജിയെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് 100% ശുദ്ധമായിരിക്കും. ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കോഴിമുട്ട പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഏകദേശം 6 മുട്ടയേ ഉള്ളൂ. ഈ 6 മുട്ടയുടെ MRP നോക്കിയപ്പോഴത്തേന് 75 രൂപയാണ്
എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ ഇതിനെ ഈ 6 മുട്ടയ്ക്ക് 75 രൂപ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ഓർഗാനിക് കോഴിമുട്ടയാണ്, സാധാരണ രീതിയിൽ വളർത്തിയ കോഴി ഇട്ട മുട്ടയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമ്മൾ കണ്ടെത്തേണ്ട മാർഗം. ഇപ്പം സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാരില്ല. 5 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ കയ്യിൽ, അതിന് മുമ്പോട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനെല്ലാം അവർക്ക് നല്ല ഈസി ആയിട്ട് സാധിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ആരാണ് കൂടുതൽ കാണാൻ സാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് നമുക്കിതിനെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അത് ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടുതലും ഈ പരസ്യങ്ങൾ കാണുകയും അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ബുക്ക് ചെയ്യുകയും ചെയ്യും. ഇത്രയൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതയെക്കുറിച്ച് മനസ്സിലായി കാണുമായിരിക്കാം. പക്ഷേ ഇതെങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്കറിയില്ലേ. അതിനൊരു പരിഹാരമാണ് ലിസ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തുമായിക്കോട്ടെ, ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് വാട്സപ്പ് വഴി, നമ്മൾ ലാസ്റ്റ് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ ഞങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിന് ഏതാണ് മാർക്കറ്റിംഗ് സാധ്യതയെന്ന് മനസ്സിലാക്കി ആ പ്രോഡക്റ്റിൻ്റെ സാമ്പിൾ അയച്ചു തരാൻ പറയും. അത് 1 കിലോ 2 കിലോ ഒന്നും വേണ്ട, ഒരു 100 ഗ്രാമോ 50 ഗ്രാമോ സാമ്പിൾ അയച്ചു തന്നാൽ ടേസ്റ്റ് നോക്കാൻ. അത് കാരണം ആ പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ലിസ ആപ്ലിക്കേഷൻ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓർഡേഴ്സ് കണ്ടെത്തി തരും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും ഞങ്ങൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ടി വരുമോ? ഒന്നും വേണ്ട. ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 1/2 കിലോയോ 1 കിലോയോ ചെയ്ത് നിങ്ങൾ പാക്ക് ചെയ്ത് വയ്ക്കുക. പാക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർഡർ കൂടുതൽ പേര് വരുന്നതനുസരിച്ച് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് കൂടുതൽ നിർമ്മിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു സംരംഭകനോ സംരംഭകയോ ആയി മാറും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുന്നതും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം വലിയൊരു സാധ്യതയാക്കി മാറ്റാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് ബിസിനസ് സാധ്യതകൾ നമ്മൾ പറയുന്നുണ്ട്. സത്യത്തിൽ ഒരു തുടക്കമാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ ബ്രാൻഡായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ജനങ്ങൾ ബ്രാൻഡ് എന്ന് മനസ്സിലാക്കിയ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വാച്ചാണ്, ഷൂ ആണ്, ഡ്രസ് മെറ്റീരിയൽസ് ആണ്, എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ബ്രാൻഡാണെങ്കിലും അത് ശുദ്ധമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം മൾട്ടിനാഷണൽ കമ്പനികൾ നിർമ്മിക്കുന്ന ബ്രാൻഡഡ് പ്രോഡക്റ്റുകളെല്ലാം ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുകയും ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്, സ്റ്റോക്ക് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അതിൽ പ്രിസർവേറ്റീവ് ചേർക്കാതിരിക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ലിസ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ജനങ്ങളിൽ എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ ബ്രാൻഡഡ് നെയിം അല്ല കഴിക്കുന്നത്, ശുദ്ധമായ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയുസ്സും ആരോഗ്യവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മുളക് പൊടി, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മസാലപ്പൊടി, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, ഇതെല്ലാം ബ്രാൻഡാണ്, പക്ഷേ ശുദ്ധമാകാൻ സാധ്യതയില്ല. കാരണം ഇവരെല്ലാം വലിയ ക്വാണ്ടിറ്റിയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് പ്രിസർവേറ്റീവ് ഉറപ്പായിട്ടും ചേർക്കും. നമ്മൾ ചെയ്യുന്നത്, ലിസ ആപ്ലിക്കേഷനിലൂടെ ചെയ്യുന്നത്, നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങളൊരു സഹോദരനോ സഹോദരിക്കോ കൊടുക്കുന്ന രീതിയിൽ നിർമ്മിച്ച് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് വലിയ ക്വാണ്ടിറ്റി, വലിയ മെഷീനറി ഒന്നും വേണ്ട. നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബിസിനസ്സുകാരനായി മാറും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എന്തുമായിക്കോട്ടെ അത് നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന എന്തൊരു ചെറിയ പ്രോഡക്റ്റും ആയിക്കോട്ടെ, അത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്കത് സാധിക്കുന്നില്ല എങ്കിൽ ലിസ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് സാധ്യമാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കിൻഡർ ജോയ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളും എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യുന്നത്, ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ആ ടാർഗറ്റ് ചെയ്തവരെ ഇവരെ കൊണ്ട് എങ്ങനെയാണ് ഇത് വാങ്ങിപ്പിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ നമ്മളോടുണ്ട്. അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കാണുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വരുമാന മാർഗം എന്ന നിലയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും ലിസ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.